നമസ്കാരം. വിഷുവിന് ഇനി അധികം ദിവസങ്ങളില്ല. എന്നാൽ വിഷുവുമായി ബന്ധപ്പെട്ട് പരാമർശിക്കുമ്പോൾ ഏറ്റവും പ്രാധാന്യത്തോടെ ഏവരും ഓർക്കുന്നതായ ഒരു കാര്യം വിഷുക്കണി തന്നെയാണ്. വിഷുക്കണി ഒരു പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് തന്നെയാണ്. ആ വർഷം ഏറ്റവും സമ്പൽ സമൃദ്ധി ആയിരിക്കുവാൻ വിഷുക്കണി കാണുന്നതിലൂടെ ആ വർഷം സാധിക്കും എന്നാണ് വിശ്വാസം. അതിനാൽ തന്നെ ഏവരും ശരിയായ രീതിയിൽ തന്നെ വിഷുക്കണി ഒരുക്കേണ്ടതാകുന്നു. എന്നാൽ എപ്രകാരം ഒരുക്കണം, ഏതെല്ലാം വസ്തുക്കൾ വിഷുക്കണിയിൽ ഉണ്ടാകണം, ഇതേക്കുറിച്ച് വിശദമായ വീഡിയോ തന്നെ ക്ഷേത്രപുരാണത്തിൽ ലഭ്യമാണ്. കൂടാതെ വിഷുക്കണി കാണേണ്ട സമയത്തെക്കുറിച്ചും വിശദമായ വീഡിയോ തന്നെ ക്ഷേത്രപുരാണത്തിൽ ലഭ്യമാണ്. ആ വീഡിയോ കൂടി കാണുവാൻ ശ്രമിക്കുക. ഞാൻ ഈ പറയുന്ന നക്ഷത്രക്കാർ നിങ്ങളുടെ വീടുകളിലുണ്ട് എങ്കിൽ തീർച്ചയായും വിഷുക്കണിയിൽ ചില കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തുന്നത് അതീവ ശുഭകരമാണ്. ആ കാര്യങ്ങളെക്കുറിച്ചാണ് ഇനി പരാമർശിക്കാനായി പോകുന്നത്. വിഷുവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന വിശേഷാൽ പൂജകളിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ആദ്യത്തെ നക്ഷത്രമായി പരാമർശിക്കുന്നത് കാർത്തിക നക്ഷത്രമാണ്. കാർത്തിക നക്ഷത്രക്കാരായ വ്യക്തികൾ നിങ്ങളുടെ വീടുകളിലുണ്ട് എങ്കിൽ തീർച്ചയായും ഈ ഒരു കാര്യം കണി വയ്ക്കുമ്പോൾ പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാകുന്നു. കാർത്തിക നക്ഷത്രക്കാരായ വ്യക്തികളുള്ള വീടുകളിലെ കണിയിൽ തീർച്ചയായും തുളസിയില വയ്ക്കേണ്ടത് അനിവാര്യമാണ്. ഭഗവാന്റെ പ്രിയപ്പെട്ട നക്ഷത്രങ്ങളിൽ ഒന്നായ ഇവർക്ക് തീർച്ചയായും ഭഗവാന്റെ കടാക്ഷം വർദ്ധിക്കുന്നതാണ്. തീർച്ചയായും ഇവർ വീടുകളിലുണ്ട് എങ്കിൽ തീർച്ചയായും കണിയിൽ തുളസിയില വയ്ക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നാൽ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാകുന്നു. തുളസിയില വയ്ക്കുമ്പോൾ അത് പകല് തന്നെ പറിച്ച് വയ്ക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വൈകുന്നേരമോ അല്ലെങ്കിൽ സന്ധ്യയ്ക്ക് ശേഷമോ പറിക്കുവാൻ പാടുള്ളതല്ല. അതിനാൽ നേരത്തെ പറിച്ച് വെള്ളം ജലം തളിച്ച് വയ്ക്കേണ്ടത് അനിവാര്യമാണ്. ഏവരും വയ്ക്കുന്നത് ഉത്തമം തന്നെയാകുന്നു. എന്നാൽ പ്രത്യേകിച്ചും ഈ നക്ഷത്രക്കാരുണ്ട് എങ്കിൽ ഇവർ വയ്ക്കാതിരിക്കരുത് എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാണ്. മറ്റൊരു നക്ഷത്രം ഭരണി നക്ഷത്രമാണ്. ഭരണി നക്ഷത്രക്കാരായ വ്യക്തികൾ വീടുകളിലുണ്ട് എങ്കിൽ തീർച്ചയായും ഇവരുടെ വീടുകളിൽ കണി വയ്ക്കുമ്പോൾ ചില കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. മഞ്ഞപ്പട്ടും തുളസിയിലയും തീർച്ചയായും ആ കണിയിൽ വയ്ക്കേണ്ടത് അനിവാര്യമാണ്. സമയം ഇനി ഉള്ളതിനാൽ തന്നെ തീർച്ചയായും ഈ കാര്യങ്ങൾ ഉൾപ്പെടുത്താൻ ഏവർക്കും സാധിക്കും എന്ന് തന്നെ പറയാം. അതിനാലാണ് നേരത്തെ തന്നെ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. തീർച്ചയായും മഞ്ഞപ്പട്ടും തുളസിയിലയും തീർച്ചയായും നിങ്ങൾ കണിയിൽ ഉൾപ്പെടുത്തേണ്ടതാണ്. ഭഗവാന്റെ കടാക്ഷം നിങ്ങളിൽ വർദ്ധിക്കും. തീർച്ചയായും ഉയർച്ച നേടുവാൻ നിങ്ങൾക്ക് സാധിക്കുക തന്നെ ചെയ്യും. ഇരട്ടി ഫലമാണ് വന്നു ചേരുക എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാകുന്നു. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് രോഹിണി നക്ഷത്രമാണ്. രോഹിണി നക്ഷത്രക്കാരായ വ്യക്തികൾ നിങ്ങളുടെ വീടുകളിലുണ്ട് എങ്കിൽ തീർച്ചയായും അവർ കണി ഒരുക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാകുന്നു. ശ്രീകൃഷ്ണ ചിത്രം വിഗ്രഹം തീർച്ചയായും ആ കണിയിൽ ഉൾപ്പെടുത്തേണ്ടത് അനിവാര്യമാണ്. അതേപോലെ തന്നെ ആ കണിയിൽ തുളസിയിലയും മഞ്ഞപ്പട്ടുകൂടി നിങ്ങൾ ഉൾപ്പെടുത്തുകയും മാമ്പഴം കൂടി ഉൾപ്പെടുത്താൻ സാധിച്ചാൽ അതീവ ശുഭകരം എന്ന് തന്നെ പറയാം. ഇപ്രകാരം കണി വയ്ക്കുന്നതിലൂടെ ആ വർഷം ഏറ്റവും വിശേഷമായി തീരും എന്ന കാര്യം നിസ്സംശയം പറയാം. കാരണം ഭഗവാന്റെ കടാക്ഷമുള്ള ഇവർക്ക് തീർച്ചയായും ഈ കാര്യങ്ങൾ കണിയിൽ വച്ചുകൊണ്ട് കണി കാണുകയാണ് എങ്കിൽ ആ വർഷം ഏറ്റവും ശുഭകരമായി തീരും. സർവ സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും അവരെ തേടിയെത്തും എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാണ്. ആ വീടുകളിൽ തീർച്ചയായും ഭഗവാന്റെ സാന്നിധ്യം വർദ്ധിക്കുക തന്നെ ചെയ്യും. അതിനാൽ ഈ നക്ഷത്രക്കാർ ഈ കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് മകീരം നക്ഷത്രമാണ്. മകീരം നക്ഷത്രക്കാരായ വ്യക്തികൾ നിങ്ങളുടെ വീടുകളിലുണ്ട് എങ്കിൽ തീർച്ചയായും കണി ഒരുക്കുമ്പോൾ ചില കാര്യങ്ങൾ കൂടി പ്രത്യേകമായി നിങ്ങൾ ശ്രദ്ധിക്കുക. ആ വീടുകളിൽ കണി ഒരുക്കുമ്പോൾ പ്രത്യേകിച്ചും തുളസിയിലയും മഞ്ഞപ്പട്ടും ശ്രീകൃഷ്ണ വിഗ്രഹവും മാമ്പഴവും ഉൾപ്പെടുത്തുക. കൂടാതെ ഭഗവാന്റെ വിഗ്രഹത്തിൽ മുല്ലപ്പൂമാല കൂടി ചാർത്തി കണി കാണുന്നത് ഏറ്റവും വിശേഷമാണ് എന്ന കാര്യം ഓർക്കുക. ആ വീടുകളിൽ സർവ്വ സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും തേടി വരും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. ഇപ്രകാരം കണി കാണുന്നതിലൂടെ ആ വർഷം നിങ്ങൾക്ക് ഏറ്റവും വിശേഷപ്പെട്ടതായി മാറും.
ഭഗവാന്റെ കടാക്ഷവും സാന്നിധ്യവും ആ വീടുകളിൽ വർദ്ധിക്കും എന്ന കാര്യവും ഓർക്കുക. സൗഭാഗ്യം തന്നെയാണ് തേടിയെത്തുക. അതിനാൽ തീർച്ചയായും ഈ നക്ഷത്രക്കാർ ഈ കാര്യം പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാകുന്നു. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് ആയില്യം നക്ഷത്രമാണ്. ആയില്യം നക്ഷത്രക്കാരായ വ്യക്തികൾ വീടുകളിലുണ്ട് എങ്കിൽ തീർച്ചയായും നിങ്ങൾ കണി ഒരുക്കുമ്പോൾ ഒരു കാര്യം കൂടി പ്രത്യേകം ഓർത്തിരിക്കുക. ആയില്യം നക്ഷത്രക്കാർ വീടുകളിലുണ്ട് എങ്കിൽ ആ കണിയിൽ ഉണ്ടാകേണ്ട പ്രധാനപ്പെട്ട വസ്തു എന്ന് പറയുന്നത് തുളസിയില തന്നെയാണ്. കൂടാതെ മഞ്ഞപ്പട്ടും ശ്രീകൃഷ്ണ ചിത്രവും വിഗ്രഹവും ആ കണിയിൽ തീർച്ചയായും ഉണ്ടാകേണ്ടതാണ്. ഇപ്രകാരം കണി കാണുകയാണ് എങ്കിൽ സർവ്വ സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും വന്നു ചേരാം. എന്നാൽ വിദേശത്താണ് നിങ്ങൾ എങ്കിൽ തുളസിയില ലഭ്യമല്ല എങ്കിൽ മറ്റു കാര്യങ്ങൾ തീർച്ചയായും ഉറപ്പ് വരുത്തേണ്ടതാണ്. അങ്ങനെയെങ്കിൽ മാമ്പഴം കൂടി ഉൾപ്പെടുത്തുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്രകാരം കണി കാണുകയാണ് എങ്കിൽ ആ വർഷം നിങ്ങൾക്ക് ഏറ്റവും ശുഭകരമായി തീരും എന്ന കാര്യം നിസ്സംശയം പറയാം. തീർച്ചയായും ആ വീടുകളിൽ ഉയർച്ച വന്നു ചേരും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. അതിനാൽ തീർച്ചയായും ആയില്യ നക്ഷത്രക്കാർ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് പൂരം നക്ഷത്രമാണ്. പൂര നക്ഷത്രക്കാർ നിങ്ങളുടെ വീടുകളിലുണ്ട് എങ്കിൽ തീർച്ചയായും ആ വീടുകളിൽ കണി കാണുമ്പോൾ മഞ്ഞപ്പട്ടും അതേപോലെ ശ്രീകൃഷ്ണ വിഗ്രഹവും ചിത്രവും മാമ്പഴവും മുല്ലപ്പൂമാല ഭഗവാന് ചാർത്തുന്നതും ശുഭകരമാണ്. ഇപ്രകാരം കണി കണ്ട് നിങ്ങൾ ഉണരുകയാണ് എങ്കിൽ അഥവാ അന്നേ ദിവസം ഈ കണിയാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് എങ്കിൽ ആ വീടുകളിൽ തീർച്ചയായും ഏറ്റവും വിശേഷപ്പെട്ടതായ ഫലങ്ങൾ വന്നു ചേരും. ഇവർ മൂലം ആ വീടുകളിൽ ഉയർച്ച വന്നു ചേരാം. ആ വീടുകളിലെ അംഗങ്ങൾക്ക് ഭഗവാന്റെ കടാക്ഷത്താൽ നേട്ടങ്ങൾ വർദ്ധിക്കുക തന്നെ ചെയ്യും. ആ വീടുകളിൽ ഭഗവാന്റെ സാന്നിധ്യം വർദ്ധിക്കുന്നതുമാണ്. അതിനാൽ തീർച്ചയായും ഈ ഒരു കാര്യം പ്രത്യേകം നിങ്ങൾ ഓർത്തിരിക്കേണ്ടതാണ്. മറ്റൊരു നക്ഷത്രം ചോതി നക്ഷത്രമാണ്. ചോതി നക്ഷത്രക്കാർ വീടുകളിലുണ്ട് എങ്കിൽ ഞാൻ ഈ പറയുന്ന വസ്തുക്കൾ എല്ലാം തന്നെ ആ കണിയിൽ ഉണ്ടാകേണ്ടത് അനിവാര്യമാണ്. ആദ്യത്തേത് തുളസിയിലയാകുന്നു. രണ്ടാമത്തേത് മഞ്ഞപ്പട്ടും കൂടാതെ ശ്രീകൃഷ്ണ ചിത്രമോ വിഗ്രഹമോ മാമ്പഴവും മുല്ലപ്പൂമാല അത് ഭഗവാന് ചാർത്തിയതായ രീതിയിൽ കണി കാണുക. സർവ ഐശ്വര്യപ്രദമാണ് എന്ന് തന്നെ പറയാം. ആ വീടുകളിൽ ഉയർച്ചയും സൗഭാഗ്യങ്ങളും നേട്ടങ്ങളും വന്നു ചേരും. ഇനി വിദേശത്തുള്ളവർക്ക് തുളസിയില ലഭ്യമല്ല എങ്കിൽ തീർച്ചയായും മാമ്പഴം നിങ്ങൾ ഉൾപ്പെടുത്തേണ്ടത് അനിവാര്യമാണ്. ഇപ്രകാരം നിങ്ങൾ കണി കാണുക. സർവ ഐശ്വര്യപ്രദമായ ഒരു വർഷം തന്നെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യം ഓർക്കുക. മറ്റൊരു നക്ഷത്രം മകം നക്ഷത്രമാണ്. മകം നക്ഷത്രക്കാർ കണി കാണുമ്പോൾ തീർച്ചയായും ആ വീടുകളിൽ തീർച്ചയായും ഈ വസ്തുക്കൾ ആ കണിയിൽ ഉണ്ടാകേണ്ടതാണ്. തുളസിയിലയും മഞ്ഞപ്പട്ടും ശ്രീകൃഷ്ണ ചിത്രമോ വിഗ്രഹമോ തീർച്ചയായും ഉണ്ടാകേണ്ടത് അനിവാര്യമാണ്. മറ്റു വസ്തുക്കളോടൊപ്പം ഈ വസ്തുക്കൾ തീർച്ചയായും ഉണ്ടാകണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. തീർച്ചയായും നിങ്ങൾ ഇപ്രകാരം കണി കാണുന്നതിലൂടെ സർവ ഐശ്വര്യപ്രദമായ ഒരു വർഷം തന്നെ ആ വീടുകളിലേക്ക് വന്നു ചേരും എന്ന കാര്യം ഓർക്കുക. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് വിശാഖം നക്ഷത്രമാണ്. വിശാഖ നക്ഷത്രക്കാർ കണി കാണുമ്പോൾ ഒരു കാര്യം ഓർക്കുക. ആ കണിയിൽ മഞ്ഞപ്പട്ടും ശ്രീകൃഷ്ണ വിഗ്രഹവും ചിത്രവും തുളസിയിലയും മാമ്പഴവും ഉണ്ട് എന്ന് ഉറപ്പാക്കുക. ഈ കാര്യങ്ങൾ മുൻകൂട്ടി കണ്ടു തന്നെ വാങ്ങി വയ്ക്കുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. തുളസിയില നിങ്ങൾക്ക് ലഭ്യമല്ല എങ്കിൽ അല്പം മഞ്ഞൾ പൂക്കളെങ്കിലും നിങ്ങൾ വയ്ക്കുന്നത് വിദേശത്തുള്ള വ്യക്തികളുടെ കാര്യമാണ് പറയുന്നത്. തീർച്ചയായും മഞ്ഞ പൂക്കൾ വയ്ക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് കണി കണ്ടാൽ തീർച്ചയായും നിങ്ങൾ ഉയരുക തന്നെ ചെയ്യും. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് അനിഴം നക്ഷത്രമാണ്. അനിഴ നക്ഷത്രക്കാർ തീർച്ചയായും കണി കാണുമ്പോൾ ആ കണിയിൽ ശ്രീകൃഷ്ണ ചിത്രം വിഗ്രഹം മഞ്ഞപ്പട്ട് തുളസിയില മാമ്പഴം എന്നീ വസ്തുക്കൾ ഉണ്ടാകുന്നതും ഭഗവാന് മുല്ലപ്പൂ ചാർത്തിയതായി കാണുന്നതും അതീവ ശുഭകരമാണ്. ഇപ്രകാരം കാണുകയാണ് എങ്കിൽ ആ വർഷം നിങ്ങൾക്ക് ഏറ്റവും വിശേഷപ്പെട്ടതായി മാറും. സൗഭാഗ്യങ്ങൾ നിങ്ങളെ തേടിയെത്തും എന്ന കാര്യം നിസ്സംശയം പറയാം. ജീവിതത്തിൽ ഉയർച്ചയ്ക്ക് അനിവാര്യമായ കാര്യങ്ങൾ സംഭവിക്കും എന്ന കാര്യവും ഓർക്കുക. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് തൃക്കേട്ട നക്ഷത്രമാണ്. തൃക്കേട്ട നക്ഷത്രക്കാർ കണി കാണുമ്പോൾ ആ കണിയിൽ തീർച്ചയായും തുളസിയിലയും മഞ്ഞപ്പട്ടും ശ്രീകൃഷ്ണ ചിത്രം വിഗ്രഹം മാമ്പഴം മുല്ലപ്പൂമാല ഉണ്ടാകുന്നത് സർവ ഐശ്വര്യപ്രദമാണ്. ആ വീടുകളിൽ തീർച്ചയായും ഉയർച്ച വന്നു ചേരും.
ഇവർക്ക് ജീവിതത്തിൽ നേട്ടങ്ങൾ വന്നു ചേരും എന്ന കാര്യവും ഓർക്കുക. അതിനാൽ തീർച്ചയായും ഈ നക്ഷത്രക്കാർ ഈ കാര്യങ്ങൾ പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാകുന്നു. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് പൂരുരുട്ടാതി നക്ഷത്രമാണ്. പൂരുരുട്ടാതി നക്ഷത്രക്കാരായ വ്യക്തികൾ ഈ കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് എങ്കിൽ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ തീർച്ചയായും കണി കാണുമ്പോൾ ശ്രീകൃഷ്ണ ചിത്രം വിഗ്രഹം ഏറ്റവും പ്രാധാന്യത്തോടെ തന്നെ ആ കണിയിൽ ഉണ്ടാകേണ്ടതാണ്. കൂടാതെ മാമ്പഴവും മുല്ലപ്പൂമാലയും തുളസിയിലയും ആ കണിയിൽ ഉണ്ടാകുന്നതും മഞ്ഞപ്പട്ട് ഉണ്ടാകുന്നതും ഏറ്റവും ശുഭകരമാണ്. മറ്റു വസ്തുക്കളോടൊപ്പം ഈ കാര്യങ്ങൾ കൂടി ഉണ്ടാകും എന്ന കാര്യം നിങ്ങൾ ഇപ്പോഴേ ഉറപ്പുവരുത്തേണ്ടതാകുന്നു. സർവ്വ ഐശ്വര്യപ്രദമായ ഫലങ്ങൾ തന്നെ ആ വീടുകളിലേക്ക് വന്നു ചേരും. ഉയർച്ചയ്ക്ക് സഹായകരമായ കാര്യങ്ങൾ വന്നു ചേരും എന്ന കാര്യവും നിസ്സംശയം പറയാം. മറ്റൊരു നക്ഷത്രം തിരുവാതിര നക്ഷത്രമാണ്. തിരുവാതിര നക്ഷത്രക്കാർ ഈ കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് എങ്കിൽ ശ്രീകൃഷ്ണ ചിത്രവും വിഗ്രഹവും മാമ്പഴവും നിർബന്ധമായും ആ കണിയിൽ ഉണ്ടാകേണ്ടതാണ്. കൂടാതെ തുളസിയിലയും വേണം എന്ന കാര്യവും തീർച്ചയായും ഓർത്തിരിക്കുക. ഈ കാര്യങ്ങൾ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിച്ച് ഇപ്പോഴേ കരുതി വയ്ക്കുക എന്ന കാര്യമാണ് ഓർത്തിരിക്കേണ്ടത്. സർവ്വ ഐശ്വര്യപ്രദമായ ഫലങ്ങൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. മറ്റൊരു നക്ഷത്രം തിരുവോണം നക്ഷത്രമാണ്. തിരുവോണ നക്ഷത്രക്കാരായ വ്യക്തികൾ കണി കാണുമ്പോൾ ഈ കാര്യങ്ങൾ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. അതിൽ ആദ്യത്തേതായ വസ്തു തുളസിയിലയാണ്. കൂടാതെ മഞ്ഞപ്പട്ടും ശ്രീകൃഷ്ണ ചിത്രം അല്ലെങ്കിൽ വിഗ്രഹവും മാമ്പഴവും മുല്ലപ്പൂമാലയും ഉണ്ട് എന്ന് ഉറപ്പാക്കുക. മുല്ലപ്പൂമാല ഭഗവാന് ചാർത്തുന്ന രീതിയിലാണ് കണി കാണേണ്ടത്. അപ്രകാരം കണി കാണുന്നതിലൂടെ ആ വർഷം ഏറ്റവും വിശേഷപ്പെട്ടതായി തീരും. മറ്റൊരു നക്ഷത്രം രേവതി നക്ഷത്രമാണ്. രേവതി നക്ഷത്രക്കാർ തീർച്ചയായും കണി കാണുമ്പോൾ ഈ പറയുന്ന വസ്തുക്കളുണ്ടോ എന്ന് ഉറപ്പാക്കുക. തുളസിയില, മഞ്ഞപ്പട്ട്, ശ്രീകൃഷ്ണ ചിത്രം വിഗ്രഹം, മാമ്പഴം എന്നിവ ഉണ്ടാകുന്നതും ഭഗവാന്റെ കഴുത്തിൽ മുല്ലപ്പൂമാല ചാർത്തി കണി കാണുന്നതും സർവ്വ ഐശ്വര്യപ്രദമാണ്. തുളസിയില ലഭിച്ചില്ല എങ്കിൽ തീർച്ചയായും മഞ്ഞപ്പൂക്കൾ ആ കണിയിൽ ഉണ്ടാകേണ്ടത് അനിവാര്യമാണ്. വിദേശത്തുള്ള വ്യക്തികളുടെ കാര്യമാണ് പറയുന്നത്. തുളസിയില ലഭ്യമാകാത്ത സാഹചര്യത്തിൽ ഇപ്രകാരം വയ്ക്കുന്നതും മഞ്ഞപ്പൂ വയ്ക്കുന്നതും ശുഭകരം തന്നെയാണ്. ഇനി തുളസിയില ഇല്ല എങ്കിൽ മഞ്ഞപ്പൂക്കൾ ഉണ്ട് എങ്കിൽ സർവ്വ ഐശ്വര്യം തന്നെ വന്നു ചേരും. ഈ കാര്യങ്ങളാണ് പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത്. കണിയിൽ ഈ വസ്തുക്കൾ നിർബന്ധമായും ഉണ്ടാകേണ്ടത് അനിവാര്യമാണ് എന്ന കാര്യം ഏവരും ഓർക്കുക.